ശരിക്കും എന്തിനാണ് ഇസ്രായേലിന് ഇറാനോട് ഇത്രയും ദേഷ്യവും പേടിയും നിങ്ങൾക്കറിയാവോ? ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം മെയിലാണ്. ഇന്റർനാഷണൽ ആറ്റോമിക് റിസർച്ച് സെന്റർ ഇറാന്റെ കയ്യിൽ 60% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താണ് 60% എൻറിച്ച്ഡ് യുറേനിയം ഞാൻ പറഞ്ഞുതരാം. യുറേനിയം നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു മെറ്റലാണ്. അതിൽ U235 എന്നുള്ളൊരു ഫോമിലാണ് യുറേനിയം ഉള്ളത്. അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 0.7% ആണ്. ഈ 0.7% ഉള്ള യുറേനിയത്തിനെ എൻറിച്ച്മെന്റ് ചെയ്തിട്ടാണ് അതിന്റെ പെർസെന്റേജ് കൂട്ടി എടുക്കുന്നത്. 10 to 15% എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുന്നത് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി 30% എൻറിച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ പർപ്പസിന് യൂസ് ചെയ്യും. ഇനി അത് 90% എൻറിച്ച്ഡ് യുറേനിയം ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് വളരെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ 90% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ഇറാനിൽ ഉണ്ടാവും. അതായത് ആറ്റം ബോംബ് ഉണ്ടാവുന്ന ചുരുക്കം. കാരണം ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് ഇസ്രായേലിന് അഗേൻസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് പേടി നമ്പർ 1. ഇനി പ്രോബ്ലം നമ്പർ 2 എന്നാണ് ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാൻ എന്ന് പറയുന്നത് ഓയിൽ റിച്ച് കൺട്രിയാണ്. പക്ഷേ ഇറാന്റെ മേലുള്ള സാങ്ഷൻസ് കാരണം അവർക്ക് ഓയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചൈന അവരുടെ ഓയിൽ വാങ്ങുന്നത് ചൈനീസ് കറൻസിയിലാണ്. അത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓയിൽ എപ്പോഴും ഡോളറിൽ ട്രേഡ് ചെയ്യണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷേ ഇറാൻ അത് ട്രേഡ് ചെയ്യുന്നത് ചൈനീസ് കറൻസിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചൈന എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു റൈവലറി കൺട്രിയാണ്. അവരെ ഇറാനിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനോടുള്ള ദേഷ്യം കൂടാനുള്ള കാരണമായി. ഇനി മൂന്നാമത്തത് ഹോർമൂസ് എന്ന് പറയുന്ന കടലെടുക്കാണ്. ഈ കടലെടുക്കിലൂടെയാണ് 30% ട്രേഡിംഗ്, വേൾഡിന്റെ എക്കണോമിയിലെ 30% ട്രേഡിംഗ് നടക്കുന്നത് ഈ പറയുന്ന ഹോർമൂസ് എന്ന് പറയുന്ന കടലെടുക്കിലൂടെയാണ്. അത് ഹാൻഡിൽ ചെയ്യുന്നത് ഇറാനാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ആറ്റം ബോംബ്, ഓയിൽ, ഹോർമൂസ് കടലെടുക്ക്, ഇത് മൂന്നും ഇറാന്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വേൾഡിലെ പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ റീജിയണിലെ പ്രോബ്ലം ഉണ്ടാകുന്ന ഉറപ്പായതുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ നടന്നത്. ഇസ്രായേലിന്റെ ആവശ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ള പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ കൊല്ലുക എന്നുള്ളതായിരുന്നു. അത് ഓൾറെഡി ചെയ്തു. പിന്നെ ആ രാജ്യത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് എൻറിച്ച്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക, ആ രാജ്യത്ത് പുതിയൊരു റെജീം കൊണ്ടുവരിക, അതായത് പുതിയൊരു പഠനം കൊണ്ടുവരിക. ഇതായിരുന്നു അവരുടെ ആവശ്യം. അത് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരുടെയും ഡൗട്ടാണ് എന്തിനാണ് ഇറാൻ ബാക്കിയുള്ള ഈ GCC കൺട്രീസ്, അതായത് UAE, സൗദി, ഖത്തർ, ഒമാൻ പോലുള്ള രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്? UAEയിലേക്കോ സൗദിയിലേക്കോ കുറച്ച് ബോംബിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ കൂടെ ഇതിൽ ഇൻവോൾവ് ആവും. USA ഇതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. USA ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത രാജ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം നോ പറഞ്ഞാൽ ചിലപ്പോൾ USA ഇതിൽ നിന്ന് ബാക്ക് ഓഫ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെറിയ രീതിയിൽ ബോംബിംഗ് ഈ പറയുന്ന രാജ്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഇറാന് ഈ പറയുന്ന GCC രാജ്യങ്ങളോട് ഒരു യുദ്ധവും ഇല്ല. നമ്മുടെ നാട്ടിലെ മീഡിയ പറയുന്നത് പോലെ ഈ രാജ്യത്തും ഒരു പ്രശ്നവും. നമ്മളിപ്പോൾ ദുബായിലാണ്, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. അതായത് ഇറാൻ വിടുന്ന മിസൈൽ UAE അല്ലെങ്കിൽ GCC കൺട്രീസിലെ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് അത് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ പൊട്ടിച്ചു കളയുന്ന മിസൈൽസിന്റെ ഭാഗങ്ങളാണ് ഇവിടെ പലർക്കും വീഴുന്നത്. ആ വീഴുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ UAEയിലോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ദുബായിലോ ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലത്തെ മാധ്യമങ്ങൾ പറയുന്ന പോലത്തെ ഒരു പ്രോബ്ലം ഇല്ല. ഇനി ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയാം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ആകെ അറിയാവുന്നത് രണ്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാം. ഒന്ന് ചരമ വാർത്തകളും, 2 പ്രാദേശിക വാർത്തകളും. അതായത് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണു, അല്ലെങ്കിൽ പാലം പൊളിഞ്ഞു വീണു, ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ അറിയാവുള്ളൂ. ഇതുപോലെ ഇന്റർനാഷണൽ ന്യൂസുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്റർനാഷണൽ ന്യൂസ് ചാനലുകൾ കാണുക. അല്ലാതെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക ചാനലുകൾ കാണാതിരിക്കുക. അതിൽ വരുന്ന ന്യൂസുകൾ 80% അല്ലെങ്കിൽ 90% റോങ് ഇൻഫർമേഷൻ ആണ്, മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ ആണ്. കാണാതിരിക്കുക.